പ്രിയപ്പെട്ട തുല്യതാ പഠിതാക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമെയിലും ഫോർമൽ ലെറ്ററുമാണ്. ആദ്യം ഒരു ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഫ്രം ആണ്. ഫ്രം എന്ന് പറയുമ്പോൾ വീടിൻ്റെ അഡ്രസ്സൊന്നുമല്ല കൊടുക്കേണ്ടത്, പകരം ഇമെയിൽ അഡ്രസ്സാണ്. ഒരു ഉദാഹരണം നോക്കുക, ajay@gmail.com. ഈ രീതിയിൽ വേണം നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ. വേണമെങ്കിൽ നമുക്ക് ഫ്രം ഒഴിവാക്കാം, കാരണം അത് നിർബന്ധമില്ല. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്കൊരു വരി കൂടി എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അടുത്തതായിട്ട് ടു ആണ് നമ്മൾ വെക്കേണ്ടത്. ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അതാണ് അടുത്തതായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു മെയിൽ അയക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഉദാഹരണമായിട്ട് ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, മുനിസിപ്പൽ സെക്രട്ടറി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമിൽ നമ്മൾ mnsecretary@gmail.com എന്ന് കൊടുത്തിരിക്കുന്നു. ഈ രീതിയിൽ കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് CC എന്ന് എഴുതുക. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, അതേപോലെ CC എന്ന് എഴുതുക, 2 കുത്തിടുക. അവിടെ നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇടുക. അതിനുശേഷം BCC എന്ന് എഴുതുക, വീണ്ടും 2 കുത്തിടുക. അവിടെയും പ്രത്യേകിച്ച് യാതൊന്നും എഴുതി കൊടുക്കേണ്ടതില്ല, അതും ബ്ലാങ്ക് ആയിട്ട് ഇടുക. അപ്പോൾ അവിടെ ഒരു 2 വരി കൂടി നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതവിടെ കൊടുക്കുന്നത്. അടുത്തത് സബ്ജക്റ്റ് ആണ്. ഈ സബ്ജക്റ്റ് നമ്മളിപ്പോൾ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ ആർക്കെങ്കിലും മെയിൽ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതണ്ട. അതേസമയം ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് മെയിൽ അയക്കാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ സബ്ജക്റ്റ് എഴുതി കൊടുക്കണം. ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് മെയിൽ അയക്കാൻ പറയുന്നു, അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് മെയിൽ അയക്കാൻ പറയുന്നു, അല്ലെങ്കിൽ കളക്ടറിന് മെയിൽ അയക്കാൻ പറയുന്നു. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ മെയിൽ അയക്കുന്നത് എന്ന് അവിടെ കൊടുക്കണം. അതും ഫുൾ സെൻറ്റൻസിലല്ല കൊടുക്കേണ്ടത്, ജസ്റ്റ് 3-4 വാക്കുകളിൽ എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ മതിയാകും. അതിനുശേഷം നമ്മൾ കൂട്ടുകാർക്കോ വല്ലതുമാണ് അയക്കുന്നതെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് പറയാം. അതേസമയം ഒരു ഓഫീസറിനാണ് നമ്മൾ മെയിൽ അയക്കുന്നതെങ്കിൽ ഡിയർ സർ എന്ന് പറയുക. അതിനുശേഷം നമുക്ക് മെയിലിൽ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അവസാനം ഓഫീസർക്കാണെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുക. ഇനി കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒക്കെ ആണെങ്കിൽ ലവ് എന്ന് പറഞ്ഞാൽ മതിയാകും. എന്നിട്ട് അതിന് താഴെയായിട്ട് മെയിൽ തയ്യാറാക്കുന്ന ആളിൻ്റെ പേരെഴുതുക. നമ്മൾ ആദ്യം ഫ്രമിൽ അജയ് എന്ന് വെച്ചതുകൊണ്ട് അജയ് എന്ന പേര് തന്നെ ഇവിടെയും കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഒരു മെയിൽ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫ്രം ആദ്യം കൊടുക്കുന്നു, അതിനുശേഷം ടു കൊടുക്കുന്നു, അതിനുശേഷം CC എന്ന് കൊടുക്കുന്നു, അതിനുശേഷം BCC എന്ന് കൊടുക്കുന്നു, അതിനുശേഷം സബ്ജക്റ്റ് കൊടുക്കുന്നു, അതിനുശേഷം ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് മെയിലിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ അവസാനമായിട്ട് ഏറ്റവും അവസാനം ഫെയ്ത്ത്ഫുള്ളി, ഓഫീസർമാർക്ക് വല്ലതുമാണെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കുക. അതല്ല വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഒക്കെ ആണെങ്കിൽ ലവ് എന്ന് കൊടുക്കുക. അതിന് താഴെ മെയിൽ അയക്കുന്ന ആളിൻ്റെ പേര് കൂടി എഴുതുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഫോർമൽ ലെറ്ററിലേക്ക് വരാം. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഒന്നും അയക്കുന്നതല്ല. ഓഫീസ് കാര്യങ്ങൾ, ഔദ്യോഗികമായ കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന കത്തുകൾ, ഇതൊക്കെയാണ് ഫോർമൽ ലെറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. ആദ്യം നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുക്കുന്നു, അതായത് ആരാണ് കത്തയക്കുന്നത് എന്ന് കൊടുക്കുന്നു. അവിടെ ഫ്രം എന്ന് എഴുതണമെന്നില്ല. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഫ്രം എന്ന് നമ്മൾ എഴുതാറില്ല, പകരം അഡ്രസ്സ് അങ്ങ് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ പേര് കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക. നമ്മൾ നേരത്തെ മെയിൽ തയ്യാറാക്കിയപ്പോൾ അവിടെ ഉപയോഗിച്ച അതേ പേര് തന്നെ ഇവിടെയും ഉപയോഗിക്കുകയാണ്, അജയ്. അതിന് താഴെ വീട്ടുപേരാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ വീട്ടുപേരിന് പകരം ഹൗസ് നമ്പർ എന്ന് കൊടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഹൗസ് നമ്പർ 1 വീട്ടുപേരിന് പകരം നമ്മളിങ്ങനെ ഒരു പേര് കൊടുക്കുന്നു.
അതിനുശേഷം ഒരു സ്ഥലപ്പേര് വേണം. നമ്മൾ വെറുതെ കൊടുക്കുകയാണ് ന്യൂ സ്ട്രീറ്റ്. ഒരു സ്ഥലപ്പേര് നമ്മൾ വെറുതെ അങ്ങ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ജില്ല അല്ലെങ്കിൽ മെയിൻ സ്ഥലം പറയുന്നു, ആലപ്പുഴ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം അങ്ങനെ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫോർമൽ ലെറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഒരു വരി വിട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് എഴുതി കൊടുക്കുക. ഫ്രം അഡ്രസ്സിന് താഴെ ഒരു വരി വിട്ടതിന് ശേഷം നമുക്ക് ഡേറ്റ് എഴുതി കൊടുക്കണം. ഡേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം എത്രാം തീയതിയാണെന്ന് പറയുന്നു, 4 4, 4-ാം തീയതിയാണെങ്കിൽ 4 പറയുന്നു, 5-ാം തീയതിയാണെങ്കിൽ 5 പറയുന്നു. അതിനുശേഷം മാസത്തിൻ്റെ പേര് പറയുക, എന്നിട്ട് വർഷം പറയുക. ഈ രീതിയിൽ നിങ്ങൾ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു വരി വിടുക. എന്നിട്ട് ആർക്കാണോ കത്തയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. ഇനി മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്തയക്കാനാണ് പറയുന്നതെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ശ്രദ്ധിക്കുക, ദ സെക്രട്ടറി എഴുതി കൊടുക്കുക. അതിന് താഴെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും മതിയാകും. അപ്പോൾ നമ്മുടെ ഫ്രം അഡ്രസ്സായി, അതിനുശേഷം ഡേറ്റായി, അതിനുശേഷം ടു അഡ്രസ്സുമായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിയർ സാർ എന്ന് എഴുതുക. അത് ആർക്കാണേലും ഡിയർ സാർ എന്ന് എഴുതാം. സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഡിയർ സാർ എന്ന് കൊടുക്കുക. പണ്ടത്തെ പോലെ റെസ്പെക്റ്റഡ് സാർ എന്നും കൊടുക്കണമെന്നില്ല. അതിനുശേഷം ഒരു വരി വിട്ടതിന് ശേഷം സബ്ജക്റ്റ് കൊടുക്കുക. എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കത്തയക്കുന്നത് എന്നവിടെ പറയണം. ഇനി നമ്മുടെ ലെറ്ററിൻ്റെ കണ്ടൻ്റാണ്. എന്താണോ ലെറ്ററിനകത്ത് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പറയുക. അതിനുശേഷം ഏറ്റവും അവസാനം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ എന്ന് പറയുക. അതിന് താഴെ ഒപ്പിടുക. നമുക്ക് കമ്പ്യൂട്ടറിൽ ഒപ്പിടാൻ കഴിയാത്തത് കൊണ്ടാണ് SD എന്ന് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഒപ്പ് വരച്ചാൽ മതിയാകും. അതിന് താഴെ കത്ത് എഴുതിയ ആളിൻ്റെ പേര് കൂടി കൊടുക്കുക. ഇത്രയുമാണ് ഒഫീഷ്യൽ ലെറ്ററിൽ അല്ലെങ്കിൽ ഫോർമൽ ലെറ്ററിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഫ്രം അഡ്രസ്സ് കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് കൊടുക്കുക, അതിൻ്റെ താഴെയായിട്ട് ടു അഡ്രസ്സ് കൊടുക്കുക, പിന്നീട് അതിൻ്റെ താഴെ ഡിയർ സർ എന്ന് കൊടുക്കുന്നു, അതിനുശേഷം താഴെയായിട്ട് സബ്ജക്റ്റ് കൊടുക്കുന്നു. എന്തിനാണ് നമ്മൾ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കത്തയക്കുന്നത് എന്ന് അവിടെ പറയുന്നു, ചുരുക്കി പറയുന്നു. 3-4 വാക്കുകളിൽ പറഞ്ഞാൽ മതിയാകും. മുഴുവൻ സെൻറ്റൻസും എഴുതി വെക്കേണ്ടതില്ല. അതിനുശേഷം നമ്മൾ കത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കുന്നു, വിശ്വസ്തയോടെ എന്നുള്ളത് കൊടുക്കുന്നു. അതിൻ്റെ താഴെ ഒപ്പിടുന്നു, പേരെഴുതുന്നു. ഇവിടെ കത്തിൻ്റെ കാര്യമായാലും ഇമെയിലിൻ്റെ കാര്യമായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. വലതുവശത്ത് എഴുതുന്ന രീതിയുമുണ്ട്, പക്ഷേ പുതിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇടതുവശത്താണ് ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് വന്നാൽ പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.